60 ലക്ഷം തൊഴിൽ ദിനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിക്ക് ശുചിത്വ കേരളം നഗര പദ്ധതിക്ക് 17 കോടി രൂപ വകയിരുത്തുന്നു. റീജിയണൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ലോക ബാങ്ക് വായ്പയോട് നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്ക് 120 കോടി രൂപ വകയിരുത്തുന്നു. തിരുവനന്തപുരം വികസന അതോറിറ്റിക്ക് 4 കോടി രൂപ, വിശാല കൊച്ചി വികസന അതോറിറ്റിക്ക് 3 കോടി രൂപ എന്നിങ്ങനെ മാറ്റിവെക്കുന്നു. സ്മാർട്ട് മിഷൻ പദ്ധതിയുടെ നടത്തിപ്പിന് സംസ്ഥാന വിഹിതമായി 100 കോടി രൂപ വകയിരുത്തുന്നു. സർ, ദീൻദയാൽ അന്ത്യോദയ യോജനയ്ക്കുള്ള സംസ്ഥാന വിഹിതമായി 34.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, വാർത്താ വിതരണവും പ്രചരണവും മേഖലയ്ക്ക് ആകെ 37.2 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ പ്രസ് ഇൻഫർമേഷൻ സർവീസിനായിട്ടുള്ള 3.5 കോടി രൂപയും ഓൺലൈൻ പബ്ലിസിറ്റി, IT, IEC സേവനങ്ങൾക്കായി 4.2 കോടി രൂപയും വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പ്രവർത്തനങ്ങൾക്ക് 9 കോടി രൂപയും ഫീൽഡ് പബ്ലിസിറ്റിക്ക് 8.3 കോടി രൂപയും വകയിരുത്തുന്നു. സർ, പത്രപ്രവർത്തകരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്കായിട്ടുള്ള വിഹിതം 50 ലക്ഷത്തിൽ നിന്നും 75 ലക്ഷമായി വർദ്ധിപ്പിക്കുന്നു. തൊഴിലും തൊഴിലാളി ക്ഷേമവും ഈ മേഖലയിലെ വകുപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കായി 464.44 കോടി രൂപ അനുവദിക്കുന്നു. ലേബർ കമ്മീഷണറേറ്റിന് 112.95 കോടിയും ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് വകുപ്പിന് 95.95 കോടിയും നാഷണൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് സർവീസസ് കേരളം 30.23 കോടിയും കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബറിന് 3 കോടി രൂപയും ഫാക്ടറീസ് ആൻഡ് മൊയിലേഴ്സിന് 4.5 കോടി രൂപയും മാറ്റിവെക്കുന്നു. പരമ്പരാഗത തൊഴിൽ മേഖലകളായ ബീഡി, ഖാദി, മുള, ചൂരൽ, മത്സ്യബന്ധനവും സംസ്കരണവും, കശുവണ്ടി, കയർ, തഴപ്പായ, കരകൌശല നിർമ്മാണം മുതലായ മേഖലകളിലെ തൊഴിലാളികൾക്ക് 1250 രൂപ നിരക്കിൽ ധനസഹായം നൽകുന്നതിനുള്ള പദ്ധതിക്കായി 90 കോടി രൂപ ആണ് വകയിരുത്തുന്നത്. കേസിന് കേരള അക്കാദമി ഫോർ സ്കിൽസ് ആൻഡ് എക്സലൻസ് കേസ് വിവിധ കർമ്മപദ്ധതികൾക്കായിട്ട് 33 കോടി രൂപ വകയിരുത്തുന്നു. ITIകളുടെ ആധുനികവൽക്കരണത്തിനായി 25 കോടി രൂപ വകയിരുത്തുന്നു. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിന് 4.5 കോടി രൂപ വകയിരുത്തുന്നു. നോർക്ക 2024-25 സാമ്പത്തിക വർഷം നോർക്കയുടെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 143.81 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഈ ആഗോള മാന്ദ്യത്തിന്റെയും ഗൾഫ് രാജ്യങ്ങളിലെ ദേശീയവൽക്കരണത്തിന്റെയും ഫലമായി കേരളത്തിലേക്ക് തിരികെ എത്തുന്നവരെ പുനരധിവസിപ്പിക്കുന്നതിന്റെ ഭാഗമായി സ്വയം തൊഴിൽ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സുസ്ഥിര ജീവനോപാധി ഉറപ്പാക്കുന്നതിനായി ആവിഷ്കരിച്ച NDPREM പദ്ധതിക്കായി 25 കോടി രൂപ വകയിരുത്തുന്നു. തിരിച്ചെത്തുന്ന പ്രവാസികളുടെ പുനരധിവാസ പുനർസംയോജന പരിപാടിക്കായി 44 കോടി രൂപ വകയിരുത്തുന്നു. കുറഞ്ഞത് 2 വർഷക്കാലം വിദേശത്ത് ജോലി ചെയ്തു വന്ന മലയാളികൾക്ക് 50,000 രൂപ വരെ ചികിത്സാ സഹായം, 1 ലക്ഷം രൂപ വരെ മരണാനന്തര സഹായം, 15,000 രൂപ വരെ വിവാഹ ധനസഹായം, വൈകല്യമുള്ളവർക്ക് സഹായ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് 10,000 രൂപ വരെ ധനസഹായം എന്നിങ്ങനെ ഒറ്റത്തവണ ധനസഹായം ലഭ്യമാക്കാൻ ഉദ്ദേശിച്ചുള്ള സാന്ത്വന പദ്ധതിക്ക് 33 കോടി രൂപ മാറ്റിവെക്കുന്നു. കേരള നോൺ റെസിഡന്റ് കേരളൈറ്റ്സ് വെൽഫെയർ ബോർഡ് മുഖേനയുള്ള ക്ഷേമ പദ്ധതികൾക്ക് 12 കോടി രൂപ വെക്കുന്നു. സർ, പട്ടികജാതി വികസനം പട്ടികജാതി ഉപപദ്ധതിക്കായി 2,974 കോടി രൂപ വകയിരുത്തുന്നു. ഇത് സംസ്ഥാന പദ്ധതി അടങ്കലിന്റെ 9.81%. ഇതിൽ 1,341 കോടി രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിഹിതമാണ്. സർ, പാലക്കാട് മെഡിക്കൽ കോളേജിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 50 കോടി രൂപയും പോസ്റ്റ് മെട്രിക് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നതിന് അധിക സഹായമായി 150 കോടി രൂപയും അനുവദിക്കുന്നു. വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ കഴിയാത്ത പട്ടികജാതി വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന്റെ സംസ്ഥാന വിഹിതമായി 73 കോടി രൂപ വകയിരുത്തുന്നു. പ്രീ മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിക്ക് 8 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികജാതി യുവതി യുവാക്കളുടെ തൊഴിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായുള്ള നൈപുണ്യ വികസന പരിപാടികൾക്കായി 55 കോടി രൂപ വകയിരുത്തും. ഭൂരഹിതരായ പട്ടികജാതി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ ഭൂമി വാങ്ങുന്നതിന് 170 കോടി രൂപ വകയിരുത്തുന്നു. ഈ പദ്ധതിയിലൂടെ ഏകദേശം 5000 ഭൂരഹിത പട്ടികജാതി കുടുംബങ്ങളെ സഹായിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഭാഗികമായി നിർമ്മിച്ച ഭവനങ്ങളുടെ പൂർത്തീകരണത്തിനും ഭവനങ്ങളുടെ നവീകരണത്തിനും പഠനമുറികളുടെ നിർമ്മാണത്തിനുമായി 222.06 കോടി രൂപ വകയിരുത്തുന്നു. ഇത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ 17 കോടി അധികമാണ്. പട്ടികജാതി വിഭാഗത്തിലെ സാമ്പത്തികമായും സാമൂഹ്യമായും പിന്തള്ളപ്പെട്ടുപോയ വിവിധ വിഭാഗങ്ങൾക്കുള്ള വികസന പരിപാടികൾക്കായി 51 കോടി രൂപ വകയിരുത്തുന്നു. 2021-22 അതിദാരിദ്ര്യ സർവേയിൽ കണ്ടെത്തിയിട്ടുള്ള കുടുംബങ്ങൾക്ക് ഈ പദ്ധതിയിൽ മുൻഗണന നൽകുന്നതാണ്. പദ്ധതിയുടെ 40% വനിതകളായിരിക്കും. സർ, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനുള്ള വേണ്ടിയുള്ള വാത്സല്യ നിധി പദ്ധതിക്കായിട്ട് 24-25 വർഷം 10 കോടി രൂപ വകയിരുത്തുന്നു. അംബേദ്കർ ഗ്രാമവികസന പദ്ധതിക്കായിട്ട് 50 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അർഹരായ രോഗികൾക്കും വൃദ്ധർക്കും ആരോഗ്യ പരിചരണം നൽകുന്ന ആരോഗ്യ സുരക്ഷാ പരിപാടിക്കായി 65 കോടി രൂപ വകയിരുത്തുന്നു. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 12 കോടി രൂപ അധികമാണ്.
സർ, പട്ടികജാതി ഉപപദ്ധതിക്ക് കീഴിൽ മാനവവിഭവശേഷി വികസനം, അടിസ്ഥാന ആവശ്യങ്ങൾ, സാമ്പത്തിക വികസനം തുടങ്ങിയ പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് നടപ്പിലാക്കുന്ന ക്രിട്ടിക്കൽ ഗ്യാപ്പ് ഫില്ലിംഗ് പദ്ധതിക്ക് കോർപ്പസ് ഫണ്ടായി 45 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികവർഗ വികസനം വികസനത്തിനായി 859.5 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാന പദ്ധതി അടങ്കലിന്റെ 2.83%. 2011 സെൻസസ് പ്രകാരമുള്ള പട്ടികവർഗ ജനസംഖ്യാ ശതമാനമായ 1.45% ഉയർന്നതാണിത്. പട്ടികവർഗ ഉപപദ്ധതി വിധമായ 850.5 കോടി രൂപയിൽ 201.55 കോടി രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതമാണ്. പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനവും സഹായവും നൽകുന്ന പദ്ധതികൾക്കായിട്ടുള്ള വിഹിതം കഴിഞ്ഞ വർഷത്തെ വിഹിതമായ 8.75 കോടിയിൽ നിന്ന് 9.2 കോടിയായിട്ട് വർദ്ധിപ്പിക്കുന്നു. സർ, പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനുള്ള വിവിധ പദ്ധതികൾക്കായിട്ട് 52.1 കോടി രൂപ വകയിരുത്തുന്നു. പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് 12 കോടി രൂപ വകയിരുത്തുന്നു. സർ, പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാസമ്പന്നർക്കിടയിൽ സംരംഭകത്തിനും സ്റ്റാർട്ടപ്പുകൾക്കും പ്രോത്സാഹനം നൽകുന്നതിന് പുതുതായി വിഭാവനം ചെയ്യുന്ന ഉന്നതി പദ്ധതി. ഇത് അനുസരിച്ച് സ്റ്റാർട്ടപ്പുകൾക്ക് 10 ലക്ഷം രൂപ പ്രാരംഭഘട്ടത്തിൽ സഹായം നൽകും. ഈ പുതിയ പദ്ധതിക്കായിട്ട് 2 കോടി രൂപ വെക്കുന്നു. സർ, വ്യോമയാന മേഖലയിലെ തൊഴിലവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിന്റെ വാർത്തകൾ നമ്മൾ വായിച്ചതാണ്. പട്ടികവർഗ മേഖലയിലെ അഭ്യസ്തവിദ്യരായവർക്ക് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി വിഭാവനം ചെയ്യുന്ന പുതിയ നൈപുണ്യ വികസന പരിപാടിയായ വിങ്സിന് 2 കോടി രൂപ വകയിരുത്തുന്നു. സർ, MGNREGS നൽകുന്ന 100 ദിവസ തൊഴിലിന് പുറമെ പട്ടികവർഗ കുടുംബങ്ങൾക്ക് 100 ദിവസത്തെ അധിക തൊഴിൽ കൂടി നൽകുന്ന കേരള ട്രൈബൽ പ്ലസ് പദ്ധതിക്കായിട്ട് 35 കോടി രൂപ വകയിരുത്തുന്നു. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് 57 കോടി രൂപ വകയിരുത്തുന്നു. സർ, ജനനി ജന്മരക്ഷാ പദ്ധതിയുടെ സാമ്പത്തിക സഹായം 17 കോടി വകയിരുത്തുന്നു. പട്ടികവർഗ്ഗക്കാർക്കിടയിലെ ദാരിദ്ര്യം, പോഷകാഹാരക്കുറവ് എന്നിവ ഇല്ലാതാക്കുന്നതിനുള്ള സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പട്ടികവർഗ മേഖലയിൽ ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഭക്ഷ്യസുരക്ഷാ പദ്ധതിക്കായിട്ട് 25 കോടി രൂപ വകയിരുത്തുന്നു. സമഗ്ര പട്ടികവർഗ ആരോഗ്യ സംരക്ഷണ മേഖലയ്ക്കായി 32 കോടി രൂപ വകയിരുത്തുന്നു. ലൈഫ് പദ്ധതികളുടെ ഭാഗമായിട്ട് ലൈഫ് മിഷൻ പദ്ധതി ആരംഭിക്കുന്നതിന് മുമ്പായി നിർമ്മാണം തുടങ്ങിയ വീടുകളുടെ പൂർത്തീകരണവും ജീർണാവസ്ഥയിലുള്ള വീടുകളുടെ പുനരുദ്ധാരണവും ലക്ഷ്യമിടുന്നതിന് 70 കോടി രൂപ വകയിരുത്തുന്നു. ഭൂരഹിതരായ പട്ടികവർഗ്ഗക്കാരുടെ പുനരധിവാസം പദ്ധതിക്കായി 42 കോടി രൂപ വകയിരുത്തുന്നു. പട്ടികവർഗ മേഖലയിൽ നടപ്പിലാക്കുന്ന വിഭവശേഷി പദ്ധതിക്കായിട്ട് 33.25 കോടി വകയിരുത്തുന്നു. സർ, മറ്റു വിഭാഗങ്ങളുടെ പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമ പദ്ധതിക്കായിട്ട് 167 കോടി രൂപ വകയിരുത്തുന്നു. പിന്നോക്ക വികസന ക്ഷേമ കോർപ്പറേഷന്റെ പ്രവർത്തനത്തിനായിട്ട് 9 കോടി